ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഫിച്ചേഴ്സ് കോക്ടെയിൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തേത് ഇഫ്താറിന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇഫ്താറിന് എണ്ണയിൽ ഫ്രൈ ചെയ്ത് കഴിക്കാൻ പറ്റുന്ന സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത് അറിയാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു അടിപൊളി ചീസി ചട്ടിപ്പത്തിരി ഇന്ന് തയ്യാറാക്കാം. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ കുറച്ച് ചിക്കൻ വേണം. അപ്പോൾ ചിക്കൻ ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഞാൻ അതിൻ്റെ ബ്രസ്റ്റ് പീസ് എടുത്തിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇങ്ങനെ അരിഞ്ഞെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊന്ന് മസാല തേച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കാം. പിന്നെ ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ ഒരു 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ സോയാ സോസാണ് ചേർക്കുന്നത്. പിന്നെ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. ഒരു 10 മിനിറ്റെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ഇനി നമുക്കൊരു പാൻ ചൂടാക്കാം. പാനിലോട്ട് കുറച്ച് ഓയിലാണ് ഒഴിക്കുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് ഓയിലാണ്, വെളിച്ചെണ്ണയിലല്ല. അപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ബ്രസ്റ്റ് പീസായ കാരണം പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് മുന്നേ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിലോളം ഓപ്ഷൻ വേണം ക്ലിക്ക് ചെയ്യാൻ. അപ്പോൾ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷനായി കിട്ടുള്ളൂ. അപ്പോൾ ആ ചിക്കൻ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ടുള്ള ദോശമാവ് ഒന്ന് തയ്യാറാക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിലോട്ട് ഒരു 1.5 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ ഇത് ഒറിഗാനാണ്. ഇത് നിർബന്ധമില്ല, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഒറിഗാനോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്തിരി കുരുമുളക് പൊടി ചേർത്താലും മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു ദോശമാവിൻ്റെ പരുവത്തിലൊന്ന് കലക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു വിസ്ക് വെച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കട്ടൊന്നും ഇല്ലാണ്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് കലക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്കറിയാലോ ദോശ ഉണ്ടാക്കുന്ന ഒരു കൺസിസ്റ്റൻസി, ആ ഒരു കൺസിസ്റ്റൻസിയിൽ ഇതൊന്ന് മാവൊന്ന് ഇതാക്കിയെടുത്താൽ മതി കേട്ടോ, കലക്കിയെടുത്താൽ മതി. ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മതി കേട്ടോ. നമ്മുടെ മാവ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ സെയിം പാനിൽ തന്നെ നമുക്കിതിലോട്ട് ഒരു 2-3 സവോള ചോപ്പറിൽ ചോപ്പ് ചെയ്തതാണ്, ചെറുതാക്കി കട്ട് ചെയ്തത് ഈ സെയിം പാനിൽ തന്നെ ഇട്ടിട്ട് നമുക്കതൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഓയിൽ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ സവോള ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവോള നന്നായിട്ടൊന്ന് വഴറ്റി കിട്ടേണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റാൽ മതി കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ മസാലയുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് പോകുന്നേരം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ മസാല ഒക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ചെറുതാക്കി അരിഞ്ഞതാണ്, അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇവിടെ നന്നായിട്ട് തന്നെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ളൂ, നമ്മൾ അടിപൊളി ചിക്കൻ്റെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഓരോ ദോശയായിട്ട് ചുട്ടെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ദോശ പരത്തുന്ന പോലെ ഇങ്ങനെ കുറച്ച് അധികം തിന്നായിട്ടില്ല, എന്നാൽ അധികം കട്ടിയായിട്ടില്ല, അങ്ങനെ ഇതൊന്ന് ദോശ പോലെ ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ദോശ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എത്ര ലെയറാണോ വേണ്ടത് അതിനനുസരിച്ച് ദോശ ചുട്ടെടുത്താൽ മതി കേട്ടോ. ഇപ്പം ഞാൻ എല്ലാ ദോശയും ഇതേപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് മുട്ടയുടെ ഒരു ബാറ്റർ തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് 3 മുട്ടയാണ് പൊട്ടിച്ചൊഴിക്കുന്നത്. 3 മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലോട്ട് നമുക്ക് കുറച്ച് പാൽ, ഒരു 1/2 ഗ്ലാസ് പാലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ മുട്ടയുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത്
ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് വേണ്ടത്, അടി പിടിക്കാത്ത ചട്ടിപ്പത്തിരി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലായിടത്തും നന്നായിട്ട് തന്നെ എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഓരോ ദോശ എടുത്തിട്ട് ഈ മുട്ടയുടെ മിക്സിൽ മുക്കിയിട്ട് വേണം ഇതിലോട്ട് വെച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ ഈ മുട്ടയുടെ മിക്സിൽ ഓരോ ദോശയും നന്നായിട്ട് തന്നെ മുക്കിയെടുക്കുക. അങ്ങനെ നമുക്ക് പാനിലോട്ട് വെച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് തന്നെ പരത്തിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ആ സൈഡിലോട്ട് ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ഇങ്ങനെ ഒരു നടുക്കൊക്കെ ആക്കിയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് അതിൻ്റെ സൈഡിലോട്ട് ഇട്ട് കൊടുക്കണ്ട. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒരു 2 മുട്ട ഞാൻ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അതിങ്ങനെ വട്ടത്തിൽ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തതാണ്. അതും ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് വെച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് വേറെ മറ്റേ ദോശ എടുത്തിട്ട് അതും ഇതേപോലെ മുട്ടയുടെ മിക്സിൽ മുക്കിയതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ വീണ്ടും നമുക്ക് മസാല ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഞാനൊരു 4 ലെയറായിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിൽ ഞാൻ വെച്ചെടുക്കുന്നത് ചീസാണ്. അപ്പോൾ ചീസ് വേണമെങ്കിൽ വെച്ചെടുത്താൽ മതി, വെച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ചീസ് കയ്യിലുണ്ടെങ്കിൽ മാത്രം വെച്ചെടുത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഞാൻ ചീസും വെച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ വീണ്ടും ഒരു ദോശ എടുത്തിട്ട് മുട്ടയുടെ മിക്സിൽ മുക്കിയിട്ട് ഞാൻ വീണ്ടും ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് വെച്ചെടുക്കുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഈ നോമ്പിന് എണ്ണയിലൊന്നും മുക്കി പൊരിക്കാണ്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ. ഞാൻ വീണ്ടും അതിൻ്റെ മുകളിൽ വീണ്ടും മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. വീണ്ടും മസാല ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ വീണ്ടും ഒരു ദോശ എടുത്തിട്ട് വീണ്ടും മുട്ടയുടെ മിക്സിൽ മുക്കിയതിന് ശേഷം വീണ്ടും ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് വെച്ചെടുക്കുകയാണ്. പിന്നെ ലാസ്റ്റായിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് ചീസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചീസ് കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇട്ട് കൊടുക്കാൻ നോക്കുക, നല്ല ടേസ്റ്റാണ്. ഇനി നമുക്കിതിൻ്റെ സൈഡിലൊക്കെ നന്നായിട്ട് ആ മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ അതൊന്ന് ഒഴിച്ചെടുക്കാം കേട്ടോ. അപ്പോഴേ അത് കറക്റ്റായിട്ടൊക്കെ ഒന്ന് സെറ്റായി കിട്ടുള്ളൂ. മുകളിലും അതുപോലെ തന്നെ ആ സൈഡിലൊക്കെ നന്നായിട്ട് തന്നെ ഒഴിച്ചെടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു 5 മിനിറ്റ് മതിയാവും. അപ്പോഴേക്കും നമ്മൾ ഒരു ഭാഗം നന്നായിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. ഇനി ഒരു പാൻ എടുത്തിട്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ ഞാൻ ദോശ ഉണ്ടാക്കിയ സെയിം പാൻ തന്നെയാണ് ഇത് തിരിച്ചിട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ ഒന്ന് മറിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇനി മറ്റേ സൈഡും കൂടി ഒരു മിനിറ്റ് ആകുമ്പോഴേക്കും മറ്റേ സൈഡ് നമുക്കൊന്ന് കുക്കായി കിട്ടും. അപ്പോഴേക്കും നമ്മൾ അടിപൊളി ചട്ടിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ഇഫ്താറിന് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇതിൻ്റെ കട്ട് ചെയ്ത് കഴിക്കുമ്പോൾ ഇതിൻ്റെ ആ ചീസിൻ്റെ ഒക്കെ ടേസ്റ്റ് വരുമ്പോൾ ഒരു ജ്യൂസി ഒരു ഫീലിംഗ് ആണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ നല്ല ടേസ്റ്റാണ് ചൂടോടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനലിൽ ഞാൻ കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് നോക്കിയിട്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ആവശ്യം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. ടേക്ക് കെയർ.